അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടുമുള്ള ലഡുവാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലഡു ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആസിഫാക്കി ഫൺവെൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലഡു ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 250 ml 2 കപ്പ് കടലപ്പൊടി ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇച്ചിരി വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വിസ്ക് കൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ മാവിൽ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കണ്ടോ, ഇതുപോലെ ആയിരിക്കണം കൺസിസ്റ്റൻസി. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ചുവപ്പാണെങ്കിൽ ചുവപ്പ്, മഞ്ഞയാണെങ്കിൽ മഞ്ഞ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 4-5 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ യെല്ലോ കളർ ആയിക്കൊള്ളും. നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഹോളായിട്ട് ഉള്ള ഒരു പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ബൂന്തിയുടെ ഷേപ്പിൽ വന്നോളും. കണ്ടോ, പ്ലേറ്റിൻ്റെ മേളിൽ കൂടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗത്താണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ മാവ് നല്ല കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എങ്കിലേ മാവ് ബൂന്തി പോലെ പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഒരു 30-40 സെക്കൻഡിനുള്ളിൽ ബൂന്തി റെഡിയായി വരും. അധികം ഫ്രൈ ആക്കി എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലഡു സോഫ്റ്റായി കിട്ടത്തില്ല. എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ മാവ് നല്ല കട്ട പോലെ നിൽക്കും കേട്ടോ.
പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ചെറിയ ചെറിയ തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഇങ്ങനെ വേണം വരേണ്ടത്. അപ്പോൾ എല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ ബൂന്തിയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാൻ തന്നെ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ, ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയിൽ കിടന്ന് ബൂന്തി നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കുടിച്ച് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, കുറച്ചൊന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. മിൽമയുടെ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്ത് കോരുകയാണ്. നല്ലതുപോലെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ കാഷ്നട്ടും കിസ്മിസും നമുക്ക് വറുത്ത് കോരി ലഡുവിന്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അതിനുശേഷം അപ്പോൾ വറുത്ത് കോരി കാഷ്നട്ടും കിസ്മിസും ഞാൻ ലഡുവിന്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മിൽമയുടെ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ അതൊന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ബോൾസ് ആക്കി എടുക്കുകയാണ്. ഏകദേശം ഈ മിക്സ് വെച്ചിട്ട് നമ്മൾ ഒരു 22 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു കിട്ടുന്നതായിരിക്കും. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ലഡു ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.